അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി. പിന്നെ തിരിച്ച് നമ്മളുടെ അമ്പലത്തിൽ നിന്ന് പോയി ആറാട്ടിൻ്റെ കൂടെ വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ റോഡിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളൊരു ഓട്ടോ പിടിച്ച് നമ്മുടെ ജംഗ്ഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ആറാട്ടിനോടൊപ്പമാണ് കൂടെ നടന്നു വന്നത്. അപ്പോൾ എൻ്റെ അവിടെയുള്ള ആറാട്ടിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ റോഡ് അലങ്കാരങ്ങളും കാര്യങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപ് ഇട്ട വീഡിയോയിൽ വേട്ടപരിപാടിയെക്കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ. ആ ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അതേ അലങ്കാരങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആറാട്ട് പാർട്ട് 5 വീഡിയോ ആണ്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് ഓഫ് ആറാട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി 4 പാർട്സാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ 5 പാർട്സ് ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അടുത്ത വർഷത്തെ ഉത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആക്ച്വലി ആറാട്ട് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും എന്താ പറയുക, ഇത്രയും ദിവസമായതിനു ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കും എന്താ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. സാഹചര്യങ്ങളാണ്, എൻ്റെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആറാട്ട് ജംഗ്ഷനിൽ എത്തിയപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വർഷം മാത്രമേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്ത വർഷം കാഴ്ചക്കാരിയായിട്ട് നിൽക്കുമോ അതോ കൂടെ ഇതുപോലെ അനുഗ്രഹത്തോടെ നടന്നു വരാൻ പറ്റുമോ എന്നറിയില്ല. ഭഗവാന്റെ കയ്യിലാണ്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റ് തന്നെയാണിത്. ഇതൊരു 5 വീഡിയോ ഇട്ടതിൽ ഞാൻ ഒരിക്കലും നഷ്ടം തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു ലോസ് ഫീൽ തോന്നുന്നില്ല. കാരണം എന്താ പറയുക, ഇതൊരു നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വീഡിയോസ് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാലും മതി വരത്തില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഈ 5th പാർട്ടിൽ പറയുമ്പോഴും എനിക്ക് അത്രത്തോളം മതി വന്നിട്ടില്ല. ഇനിയും വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാനൊരു 6, 7, 10, 15 വരെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തതിന് അത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. വേറെന്താ പറയുക, വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ, ഇതൊക്കെ തന്നെയാണ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. എല്ലാവർക്കും ഈ ഒരു അനുഗ്രഹം ഞാൻ എപ്പോഴും പറഞ്ഞത് എല്ലാവർക്കും കിട്ടുന്നൊരു അനുഗ്രഹമല്ല. അപ്പോൾ അത് എനിക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക പറയുമ്പോൾ പറയാൻ പറ്റാത്തതിൻ്റെ അത്രയും എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അമ്പലനടയിലോട്ട് എത്താറായിട്ടുണ്ട്. അമ്പലനടയിൽ എത്തുമ്പോഴുള്ള കാര്യങ്ങളും വീഡിയോസ് ഞാൻ പകർത്തിയിട്ടുണ്ട്. ഞാനിവിടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നെ ജോലിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ലച്ചൂട്ടിയാണ്. അപ്പോൾ ഞാൻ ആ ജോലിയുടെ ഇടയിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾ വിരോധമൊന്നും തോന്നരുത്, എൻ്റെ സാഹചര്യമാണ്. അപ്പോൾ അതേ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ത്രിവിക്രമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ ത്രിവിക്രമംഗലം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശിവയിലേക്ക് നടക്കുകയാണ്. ഉച്ചയ്ക്ക് ഭഗവാൻ പോയതാണ്, ഇപ്പോഴാണ് ഭഗവാൻ തിരിച്ചെത്തിയത്. അതുകൊണ്ട് തന്നെ ഉച്ചപൂജയാണോ, കുറച്ച് പൂജകളൊക്കെ ഉണ്ട്. വൈകിട്ട് സന്ധ്യയ്ക്ക് ചില പൂജകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 2 മണി അടുപ്പിച്ചായപ്പോഴാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. 2 മണിയായാലും ഉറക്കമേ വന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഉറക്കം വരിക, ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഉറക്കം വരിക. അപ്പോൾ ഇതേ ആന വരികയാണ്. ആന വന്നിട്ട് ഭഗവാനോട് യാത്ര ചോദിക്കും. നിങ്ങൾക്കത് വോയിസ് ആയിട്ട് തന്നെ ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ ആന യാത്ര ഒക്കെ പറഞ്ഞ് ആനയുടെ അമ്പലത്തിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. ഇനി അടുത്ത വർഷം ഈ ആനയാണോ പുതിയ ആനയാണോ വരുന്നതെന്ന് അറിയില്ല. ആരായാലും ഭഗവാന്റെ ആറാട്ടിൻ്റെ കൂടെ പോലെ ഭഗവാന്റെ ആറാട്ടിനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് അത് ഭാഗ്യം ചെയ്ത ആന തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടുക. പുതിയ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഞാൻ എൻ്റെ ചാനലിലേക്ക് ക്ഷണിച്ചുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈജൂസിൻ്റെ ടാറ്റ ബൈ.